CPM ജില്ലാ ഏരിയ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറി അംഗവുമായ TK ഗോവിന്ദൻ്റെ ഭാര്യ KP രമണിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി ഇന്നുണ്ടാകാൻ സാധ്യത. ഇന്നലെ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ KP രമണി പങ്കെടുത്തിരുന്നു. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ അപ്ഡേറ്റ് ചെയ്യും. അജീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഇന്നലെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ KP രമണി പങ്കെടുത്തതോടെ തന്നെ ഈ അച്ചടക്ക നടപടി ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഇന്ന് അടിയന്തരമായിട്ട് ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗമാണ് KP രമണി. കൂടാതെ ഇരിക്കൂറിന്റെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അങ്ങനെ പല സ്ഥാനങ്ങളിലും വഹിച്ചിട്ടുണ്ട്. വർഷങ്ങളായി തന്നെ CPM-മായി ചേർന്ന് പ്രവർത്തിക്കുന്ന സഖാവ് കൂടിയാണ് KP രമണി. കഴിഞ്ഞ ദിവസം ഈ ഭർത്താവ് TK ഗോവിന്ദന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് പിന്തുണയുമായാണ് അവർ പങ്കെടുത്തത്. ആദ്യം ആ വേദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് TK ഗോവിന്ദൻ തന്നെയാണ് അവരെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തിയത്. പിന്നീട് DCC പ്രസിഡന്റ് അവരെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തത്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും പാർട്ടി അനുഭാവിയായി തുടരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പാർട്ടിയോട് അനുവാദം ചോദിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നത് എന്നാണ് KP രമണി ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഭർത്താവിന് പിന്തുണ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല, ഭർത്താവിന് പിന്തുണ എന്ന നിലയിലാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എത്തിയതെന്നാണ് KP രമണി പറഞ്ഞത്. എന്തായാലും നേരത്തെ ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അടക്കം പറഞ്ഞത് TK ഗോവിന്ദന് പിന്നാലെ TK ഗോവിന്ദൻ മാത്രം, അതായത് മറ്റു കുടുംബാംഗങ്ങൾ പോലും ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചനയാണ് നേരത്തെ ഈ വാർത്താ സമ്മേളനത്തിലടക്കം MV ജയരാജൻ പരിഹാസത്തോടെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. കൂടാതെ മലപ്പട്ടത്തെ പല പ്രവർത്തകരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ നേരിട്ട് കാണാം. മലപ്പട്ടത്ത് എന്താകും സംഭവിക്കുക, തളിപ്പറമ്പിൽ എന്താകും സംഭവിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ കാണാമെന്നുള്ളതാണ് TK ഗോവിന്ദൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കൂടുതൽ പല സഖാക്കളും തനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പരസ്യമായി അവരൊന്നും ആ രംഗത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ, പാർട്ടി നടപടി പേടിച്ച്. പക്ഷേ പല സഖാക്കളും, മലപ്പട്ടം എന്ന് പറയുമ്പോൾ CPM-ന്റെ ശക്തി ദുർഗമാണ്, അവിടുത്തെ പല സഖാക്കളും തനിക്ക് പിന്തുണയായി രംഗത്ത് വന്നിട്ടുണ്ട്, നേരിട്ട് ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞത്. എന്തായാലും നിർണായകമായിട്ടുള്ള ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. KP രമണിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെ ആണ് അജണ്ട. അവരെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കും. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.